യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ബിരുദിനു വേണ്ടി ലാക്കിലേക്ക് ഓടുന്നു. ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടത്തോട് ചേർത്ത് ബൈബിളിലെ പുതിയ നിയമത്തിൽ അനേക സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അപ്പൊ നടക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല. പിന്നെ എന്താ പരിഹാരം? ഓടുക എന്നുള്ളത്. പുതിയ നിയമത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു ഉപമാന ചിത്രമാണ് ഓടുക എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്. ഈ ഓട്ടത്തിൽ ഓടുവാൻ വന്ന പലരും പലതും കണ്ടും കേട്ടും മടിച്ചും ഒക്കെ നിന്നു പോയിട്ടുണ്ട്, നിലച്ചു പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീക ജീവിതം എങ്ങും നിൽക്കുന്നില്ല, നിലയ്ക്കുന്നില്ല. അത് അനുസ്യൂതമായി തുടരുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ്. ഓട്ടത്തിൽ വിജയിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന 2-3 കാര്യങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 2:16, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയെന്ന് വരരുത്. വെറുതെ ഓടുന്നവരുണ്ട്. മുമ്പിൽ ഒരു പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, വെറുതെ ഓടുകയാണ്. 2 വ്യക്തികൾ വെറുതെ ഓടിയതായ ചരിത്രം ഞാനൊന്ന് പറയാം. സ്തോത്രം. ഒരാള് നിയോഗമുണ്ടായിട്ട് ഓടി, ഒരാള് ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓടി. അബ്ശാലോം രാജകുമാരൻ മരിച്ച വേളയിൽ ഈ വാർത്ത ദാവീദിനെ അറിയിക്കാൻ വേണ്ടി 2 പേർ ഓടുന്നു. അഹീമാസ്, കൂശൻ എന്ന് പറയുന്ന 2 പേര്. ഈ കൂശൻ വന്ന്, യോവാബാണ് സൈന്യാധിപൻ, അദ്ദേഹത്തെ വണങ്ങി, ഞാൻ പോയി രാജാവിനോട് അറിയിക്കട്ടെ, ഓടട്ടെ എന്ന് പറഞ്ഞപ്പോ യോവാബ് പറഞ്ഞു, കുഞ്ഞെ നീ ഓടണ്ട, കാരണം ഇത് സദ്വർത്തമാനമൊന്നുമല്ല. സദ്വർത്തമാനം കൊണ്ട് ചെന്നാലേ രാജാവ് എന്തെങ്കിലും പ്രതിഫലം തരത്തുള്ളൂ. രാജാവിന്റെ മകൻ കൊല്ലപ്പെട്ട കാര്യമാ, അതുകൊണ്ട് നീ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഓടട്ടെ എന്ന് പറഞ്ഞ് ഇവൻ ഓടി. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അഹീമാസ് എന്ന് പറയുന്ന ഒരുവൻ അവൻ വന്നിട്ട് പറഞ്ഞു, യജമാനെ ഞാനും ഓടട്ടെ. യോവാബിനെ വണങ്ങിയിട്ട് ഇവനും ഓടി. കൂശൻ ഓടി, അഹിമാസും ഓടി. തിരുവെഴുത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, സമഭൂമി വഴിയായി അഹിമാസ് കൂശനെ കടന്നുപോയി. കാരണം എന്താണെന്നറിയാമോ? ദാവീദ് കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് പോയപ്പോ ഈ അഹിമാസിനെ വിളിച്ച് അവനെ ഒരു ചുമതല ഫലമേൽപ്പിച്ചിരുന്നു. നീ അപ്പോൾ അറിയിക്കുന്ന കാര്യങ്ങൾ എന്നെ വന്ന് അറിയിക്കണം. അവൻ ഓടിയതിന്റെ പിന്നിലെ ലക്ഷ്യം മറ്റൊന്നുമല്ല, അവന്റെ മേലൊരു നിയോഗമുണ്ടായിരുന്നു. ശുശ്രൂഷാപരമായ ഏതൊരു കാര്യത്തിന്റെയും പിന്നിൽ നമ്മുടെ നിയോഗം എങ്ങനെയോ അതിനനുസരിച്ച് വേണം നാം മുന്നോട്ട് പോകാൻ. ദൈവം നമുക്കൊരു നിയോഗം നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിയോഗം അനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ ദൈവം വാതിലുകൾ തുറക്കും. പത്രോസിനെ തടവറയിൽ നിന്ന് വിടുവിക്കുന്നുണ്ട് അല്ലേ? രാത്രിയിൽ ഒരു വലിയ വെളിച്ചം അവിടെ ഉദിച്ചു. ദൂതൻ വന്നവന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൻ അതിനോട് സാധകാത്മകമായി പ്രതികരിച്ചു. എഴുന്നേറ്റ് പുതപ്പ് പുതച്ച് അതിന്റെ പിന്നാലെ പോകാൻ ശ്രമിച്ചപ്പോഴാ ചെങ്ങലകളൊക്കെ അഴിഞ്ഞു വീണത്. 1-ാം കാവല് കടന്നു, 2-ാം കാവല് കടന്നു, 3-ാമത്തെ ഇരുമ്പ് വാതിൽ ചെന്നപ്പോൾ അത് സ്വതവേ തുറന്നുപോയി. ചെങ്ങല അഴിഞ്ഞു വീഴുമോ നോക്കട്ടെ, വാതിൽ 3 തുറന്നിട്ടുണ്ടോ നോക്കട്ടെ.
പിന്നെ ഞാൻ പോകാമെന്ന് വെച്ചാൽ ഒന്നും നടക്കത്തില്ല. ദൈവം നിനക്ക് ഒരു വെളിച്ചം തരും, ദൈവം നിനക്കൊരു നിയോഗം തരും. ആ നിയോഗം അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഏത് തടസ്സങ്ങളെയും മാറ്റിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയച്ച് ഇരുമ്പോടാമ്പലികളെ മുറിച്ചു കളയും, താമ്ര കഥകളെ ദൈവം നമുക്ക് വേണ്ടി തകർത്ത് കളയുന്ന ദൈവമാണ്. അപ്പോൾ വെറുതെ ഓടിയതാണെന്ന് വരരുത്. ഓട്ടക്കാരൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തിന്റെ 9-ാം അധ്യായം 24-25 വാക്യങ്ങൾ ഓടുന്ന മനുഷ്യർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. വായിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അടുത്ത വാക്യം. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ എന്ത് ചെയ്യണം? സകലത്തിലും വർജനം ആചരിക്കണം. അവന്റെ ഓട്ടത്തിന് തടസ്സമായി തീരുന്ന പലതിനെയും ഒഴിവാക്കി വേണം ഓടുന്നത്. നിങ്ങളൊക്കെ ഓട്ടങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? മാരത്തോൺ ഓട്ടമൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലും പലവിധമായ ഓട്ടമുണ്ട്. ഓട്ടക്കാരൻ പാന്റും കോട്ടും ഒക്കെ ഇട്ടോണ്ടാണ് ഓടുന്നത്. ആ വലിയ വസ്ത്രങ്ങളൊക്കെ ഇട്ടോണ്ട് നടക്കാൻ കൊള്ളാം, പക്ഷെ ഓടാൻ അത് പറ്റത്തില്ല. ഓട്ടത്തെ അത് സാരമായി ബാധിക്കും. ഓട്ടം സുഗമമാകാൻ, വേഗതയുള്ളതാകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവൻ അനാവശ്യമായ പലതിനെയും ഒഴിവാക്കുകയാണ്. നമുക്കറിയാം, സ്പോർട്സിലൊക്കെ ആയിരിക്കുന്നവര് ആഹാര കാര്യത്തിൽ പോലും കൃത്യനിഷ്ഠ പാലിക്കാറുണ്ട് അല്ലേ? പ്രത്യേകമായ പാട്ടുകാരൊക്കെ നമ്മളൊക്കെ കഴിക്കുന്ന ആഹാരമൊന്നും അവർ കഴിക്കത്തില്ല, നമ്മൾ കിട്ടുന്നതൊക്കെ കഴിക്കും. പക്ഷെ അവര് വളരെ അളന്നു കുറിച്ചുള്ള ആഹാരം എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ. ശരീരത്ത് ദുർമേധസ് വരാതെ അവർ ശ്രദ്ധിക്കാറുണ്ട്. ഓട്ടക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താ കാര്യമെന്നറിയാമോ? അവരുടെ ഓട്ടത്തിന് ആയം കിട്ടണമെങ്കിൽ, വേഗത കിട്ടണമെങ്കിൽ ശരീരം പ്രത്യേകിച്ച് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ പറയാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, പക്ഷേ വിരുദ് പ്രാപിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അവർ വാടുന്ന കിരീടം പ്രാപിക്കുന്നു, നാമോ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. വാടാത്ത കിരീടം എന്നുള്ള പദം ബൈബിളിൽ 2 ഇടത്താണ് കൊടുത്തിട്ടുള്ളത്. അത് പൗലോസും പത്രോസും പറഞ്ഞിട്ടുള്ളതാണ്. പൗലോസ് പറഞ്ഞ ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. പത്രോസ് പറഞ്ഞത്, ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. 1 കൊരിന്ത്യർ ലേഖനം 9:24 അവർ വാടുന്ന കിരീടം പ്രാപിക്കുന്നു, നാമോ വാടാത്ത കിരീടം പ്രാപിക്കും. എന്താ വാടാത്ത കിരീടം എന്ന് പറയുന്നത്? പണ്ട് കൊരിന്ത്യൻ എന്ന് പറയുന്ന സ്ഥലത്ത് പുരാതന കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ഇസ്തൂമിയൻ ഓട്ടം എന്ന ഒരു ഓട്ടമുണ്ടായിരുന്നു. ആ ഓട്ടം വളരെ ദൂരെ നിന്നാണ് ഓടിക്കിതച്ചു വരുന്നത്. ആ ജയാളികളെ സ്വീകരിക്കാൻ വേണ്ടി ആ രാജാവും പ്രജകളുമൊക്കെ ആ മൈതാനത്ത് കൂടിയിരിക്കും. ഗ്രാമങ്ങൾക്കപ്പുറത്തു നിന്നാണ് ഓട്ടം തുടങ്ങുന്നത്. ഓടിച്ച് ജയിച്ചു വരുന്ന ആ മനുഷ്യനെ, ജേതാവിനെ സ്വീകരിക്കാൻ രാജാവ് അവിടെ നിൽക്കുന്നു. ഒരു മേശ ഉണ്ടായിരിക്കും, 2 കസേര ഉണ്ടായിരിക്കും. ആ മേശപ്പുറത്ത് ഒരു കിരീടം ഉണ്ടാക്കി വെക്കാറുണ്ട്. ഒലിവ് മരത്തിന്റെ 2 കൊച്ചു കമ്പുകൾ കൂട്ടിക്കെട്ടിയിട്ട് അതിനകത്ത് അത്തിയില ഇങ്ങനെ തിരികെ വെച്ചിട്ടുള്ള ഒരു കിരീടം, ഇലക്കിരീടമാണ്. ജയിച്ചു വരുന്ന ആളിന്റെ തലയിൽ ആ ഇലക്കിരീടമാണ് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ ആ അനുമോദന മീറ്റിംഗ് കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ ഇലയൊക്കെ വാടിക്കരിഞ്ഞു പോകും. ആ മൈലുകൾ ഓടി കിതച്ച് ജയിച്ചു വന്ന മനുഷ്യന് കിട്ടിയ കിരീടം വാടിപ്പോകുന്ന കിരീടമാണ്. ഇതറിയാവുന്നവരോടാണ് അപ്പോസ്തലന്മാർ പങ്കുവയ്ക്കുന്നത്. അവർക്കൊക്കെ കിട്ടുന്ന കിരീടങ്ങൾ വാടിപ്പോകുന്നതാണ്. പക്ഷേ ഒരിക്കലും വാടാത്ത തേജസ്സിന്റെ കിരീടം ജയിക്കുന്ന ജയാളികൾക്ക് സ്വർഗത്തിൽ ദൈവം നൽകിത്തരും. ഫിലിപ്പ് ലേഖനത്തിൽ തന്നെ 3:14 നമ്മൾ വായിച്ച വാക്യമാണ്, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വിരുദിനായി ലാക്കിലേക്ക് ഓടണം അല്ലേ? ലോത്തിനോടും കുടുംബത്തോടും പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാൻ പറഞ്ഞു. ഓടിപ്പോകുന്നതിനിടയിൽ ആ പെമ്പറനോത്തി എന്ത് ചെയ്തു? തിരിഞ്ഞു നോക്കി. ലോത്തിന്റെ ഭാര്യയുടെ പേര് വേദോസ്തവത്തിൽ കൊടുത്തിട്ടില്ല. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവീരെന്നേ കർത്താവ് പറഞ്ഞുള്ളൂ. ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. ആ പേര് എന്ത് ചെയ്യരുത്? ആരും ഇനി ഇടരുത് അല്ലേ? അപ്പോൾ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ഓടുവാൻ കഴിയാതെ പോയതാണ്
ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ച ഗതികേട്. അവൾ ഒരു ഉപ്പുതൂണായി അവിടെ നിൽക്കുകയാണ്. ലോകത്തിന് അവൾ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. വരുംകാല തലമുറയ്ക്ക് അവൾക്കൊരു സാക്ഷ്യം കൊടുക്കാനുണ്ട്. എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് പിൻപുള്ളത് മറന്നുകൊണ്ട് ഓടാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഈ ദുസ്ഥിതി എനിക്ക് സംഭവിച്ചു എന്ന്. ഇനി നാം വിട്ട് ഓടണം എന്ന് ബൈബിളിലെ പുതിയ നിയമത്തിൽ എടുത്തു പറയുന്ന 7 പ്രധാന ചിന്തകളുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കറിയാം, ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒത്തിരി വിവരണം അവിടെ വേണം, പക്ഷേ പ്രസക്തമായ 2 കാര്യങ്ങൾ. വിട്ടോടുക. എന്താ? സകല ഭാരവും വിട്ട് ഓടണം. ഞാൻ പറഞ്ഞതുപോലെ ഓട്ടക്കാരൻ ഓട്ടത്തിന്റെ വേഗതയ്ക്ക് തടസ്സമാകുന്ന വസ്ത്രധാരണം പോലും ഒഴിവാക്കുന്നത് പോലെ ചില ഭാരങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം ഓടാൻ. ജീവിതത്തിൽ ആർക്കാ ഭാരമില്ലാത്തത്? എല്ലാ മനുഷ്യനും എന്തോ ഉണ്ട്, പലവിധ ഭാരമുണ്ട്. ആളുകൾ പലപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത ഉണ്ടായാൽ എന്റെ ഭാരം കുറയുമെന്നാ. കുറയുകയല്ല, കൂടുകയെന്ന്. ഒന്നുമില്ലാത്തവൻ കടത്തിനെ കിടന്നാലും സ്വസ്ഥമായിട്ട് കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. ഹലോ, കുറച്ച് കാശായി കഴിഞ്ഞാ ഇതിലേക്കൂടെ കള്ളം വരുന്നേ. ഞാൻ പറഞ്ഞത്, മനുഷ്യന് പണം കൂടുന്തോറും ഭാരവും പ്രാരാബ്ദവും കൂടുകയാണ്, ആകുലതകൾ കൂടുകയാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടുവാൻ കഴിയണം. മുറുകെ പറ്റുന്ന പാപം വിട്ട് ഓടുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ഇനി പറയാൻ വരുന്ന ഈ കഥ. പണ്ടെന്നോ ഒരിക്കല് ഒരു മലവെള്ളപ്പാച്ചിൽ നടന്നു. മഴ പെയ്തിട്ട് മലയിൽ നിന്നൊക്കെ വെള്ളമില്ല, ഒലിച്ചു പോവുകയാണ്. അക്കൂട്ടത്തിൽ പലരുടെയും വീടും കൂടുകളും ഒക്കെ ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്. അപ്പൊ ഈ ചെറുപ്പക്കാർ പലരും എന്ത് ചെയ്തെന്നറിയാമോ, ഈ വലിയ വെള്ളം ഒലിച്ചു വന്നപ്പോ കരയിൽ നിന്നുകൊണ്ട് നീന്തി കിട്ടാവുന്നതൊക്കെ ഇങ്ങനെ വലിച്ചെടുപ്പിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോ ഏതോ ഒരു കറുത്ത സാധനം വരുന്നു. അപ്പൊ വിദ്വാന്മാരെല്ലാം കൂടെ പറഞ്ഞടാ, ആരാണ്ടടെ നിധിയെല്ലാം കൂടെ കമ്പിളിക്കകത്ത് പൊതിച്ചു വെച്ചേക്കാണ്, അതാ ഒഴുകി വരുന്നെന്ന് പറഞ്ഞു. ഒരുത്തൻ എടുത്തിയാടി. നിധി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചല്ലേ, സ്വർണമൊക്കെയാന്ന് വിചാരിച്ചാണ് എടുത്തിയാടിയത്. അവൻ ചെന്ന് അതിനെ പിടിച്ചു. പക്ഷെ കുറെ നേരമായിട്ടും എന്ത് ചെയ്തില്ല, അവനത് പിടിച്ചോട്ട് വരുന്നില്ല, കരക്കോട്ട് വരുന്നില്ല. എന്താ സംഭവിച്ചത്? ഈ കരയ്ക്ക് ചെയ്യുന്നവര് അവനോട് പറഞ്ഞടാ, നിനക്ക് അതിനെ പിടിച്ചോണ്ട് ഇഞ്ഞു വരാൻ പറ്റത്തില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അതിനെ വിട്ടിട്ട് നിനക്കെങ്കിലും ജീവൻ കിട്ടണ്ട, നീ ഇഞ്ഞു പോരാൻ പറഞ്ഞു. അപ്പൊ അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പണ്ടേ വിട്ടതാ, പക്ഷെ എന്നെ വിട്ടിട്ടില്ലെന്ന്. എന്താ കാര്യം? അതൊരു കരടിയായിരുന്നു. കരടി ഇവനെ കയറി എന്ത് ചെയ്തേക്കാ, ഓട്ടം പിടിച്ചേക്ക്. വിട്ടോടാൻ അവന് കഴിയാതെ പോയി. പലരുടെയും ചിന്ത, എനിക്ക് ഏത് സന്ദർഭത്തിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാ. മനുഷ്യൻ ഇന്ന് പലതിന്റെയും അഡിക്റ്റാണ്. വിട്ടുപോടുവാൻ കഴിയണം, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യും പറഞ്ഞേ, തുലച്ചു കളയും. രക്ഷപ്പെടാൻ പറ്റത്തില്ല. പല ദുർസ്വഭാവങ്ങളുടെ കാര്യം നോക്കിക്കോ. ഇപ്പം 4 മണിക്ക് അല്ലെങ്കിൽ വൈകിട്ട് കുടിക്കുന്ന മനുഷ്യനെ കുടിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ വീട്ടിൽ കിടക്കുന്ന ചെമ്പ് പാത്രം എടുത്തോണ്ട് പോയി വിറ്റ് കുടിക്കും. എന്താ കാര്യം? തെറ്റാണെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണോ? പക്ഷെ അവൻ അതിന് അഡിക്റ്റ് ആയി പോയി. അവൻ ആ സമയത്ത് കുടിച്ചില്ലെങ്കിൽ അവന്റെ കൈയും കാലും വിറയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരണം. അത് നമ്മെ നിയന്ത്രിക്കുകയല്ല, നാം അതിനെ നിയന്ത്രിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയരാൻ, വളരാൻ ദൈവമക്കൾക്ക് കഴിയണം. 2 തിമോഥെയോസിന്റെ ലേഖനം 2:22 നോക്കിക്കേ. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കാം. യൗവന മോഹങ്ങളെ വിട്ടോടണം. ഓരോ പ്രായത്തിനും അതിൻ്റെതായ ചേഷ്ടകളുണ്ട്, അതിൻ്റെതായ അഭീഷ്ടങ്ങളുണ്ട്. തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലായി. വനമാണ്. ഇവിടെ പറയുകയാണ്, യൗവന മോഹങ്ങളെ എന്ത് ചെയ്യണം? വിട്ടോടണം. യുവാക്കളാണ് കൂടുതൽ തകരപ്പെടുന്നത്. ഇവിടുത്തെ ഏത് സംഘടനയ്ക്കും വേണ്ടത് യുവാക്കളാണ്. കാരണം ചുറുചുറുപ്പുള്ള പ്രായമാണ്. ആ സമയത്ത് അവനെ പലതും പഠിപ്പിച്ച് അവന്റെ തലയിലോട്ട് കയറ്റി അവനെ ചാവേറാക്കി മാറ്റുകയാണ്. സുബോധം നഷ്ടപ്പെടാൻ നമുക്ക് ഇടയാവരുത്. യൗവന മോഹങ്ങളെ
വിട്ടോടുക. പൊത്തിഫേറിന്റെ ഭാര്യ യോസഫിനെ വല്ലാതെ പ്രലോഭിപ്പിച്ചു. പക്ഷെ തിരുവെഴുത്ത് വായിക്കുന്നത് അവനോ അവിടെ നിന്ന് ഓടിപ്പോയി എന്നാ. വിട്ട് ഓടുവാൻ അവന് കഴിഞ്ഞു. ജീവിതത്തിൽ കുറെ കഷ്ടതകളൊക്കെ അവൻ അനുഭവിക്കേണ്ടി വന്നു. അവനോട് ചോദിക്കാം, നീ ജയിലിൽ പോയത് അല്ലേ, അന്ന് നീ വലിയ വിശുദ്ധി എന്ന് പറഞ്ഞോണ്ടല്ലേ? പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ ദൈവം അവർക്കാർക്കുമില്ലാത്തൊരു തലത്തിലേക്ക് അവനെ ഉയർത്തിയെടുത്തു. നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ, ദൈവത്തോട് ആമേൻ ആത്മാർത്ഥതയുള്ളവരായി നിലനിന്നാൽ, സ്വർഗത്തിലെ ദൈവം വേറെ ആരെയും ഉയർത്താത്ത നിലയിലേക്ക് നിന്നെ പിടിച്ചുയർത്തിക്കൊണ്ടുപോകാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-11 വാക്യം നോക്കിയാട്ട്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. കണ്ടോ, അത് വിട്ടോടി. ഏതാ? ദ്രവ്യാഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടാ പറയുന്നത്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ട് ഓടുക. പാസ്റ്റേ, പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂ? ദ്രവ്യത്തോടുള്ള ആശ ആർക്കാ ഇല്ലാത്തത്? പക്ഷെ ആ ആശ നമ്മെ കീഴ്പ്പെടുത്തരുത്. ദ്രവ്യാഗ്രഹം, ആ വാക്യം നോക്കിക്കേ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. ഇത് കാംക്ഷിച്ചിട്ട്, ഏത്? ദ്രവ്യാഗ്രഹം കാംക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ടുഴന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. ഏലിശാ പ്രവാചകന്റെ അടുക്കിലേക്ക് നയമാൻ വരികയാണ്. ഏലിശാ പ്രവാചകന് കൊടുക്കാനുള്ള ഒത്തിരി സാധന സാമഗ്രികളും സമ്മാനങ്ങളുമായിട്ടാണ് അവിടേക്ക് ഓടി വരുന്നത്, അല്ലേ? ഇത് കണ്ടപ്പോ ഏലിശാ പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട. കാരണം പുതിയ നിയമത്തിൽ വാക്യമുണ്ട്, സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുപ്പി. അതുകൊണ്ട് ഏലിശ ഈ സമ്മാനം ഒന്നും വാങ്ങിച്ചില്ല. അരാൻ രാജാവ് കൊടുത്തു വിട്ടതാ, പക്ഷെ അവനതൊന്നും വാങ്ങിച്ചില്ല. ഇതും കൊണ്ട് പോയപ്പോ നയമാൻ തിരിച്ചുപോയി. ഇത് കണ്ടപ്പോ ഗേഹസിക്ക് അവിടെ ഇരിക്കപ്പുറതി വന്നില്ല. ഒന്ന് വായിച്ചാട്ടെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-20-21 വാക്യം. അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശായുടെ ബാല്യക്കാരൻ ഗേഹസി അരാമിൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടു കളഞ്ഞുവല്ലോ. യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന്. കണ്ടോ, ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് കണ്ടിട്ട് ഇവൻ എന്ത് ചെയ്തു? പുറകെ ഓടിച്ചെന്നു. ഇവൻ ഓടി വരുന്നത് കണ്ടിട്ട് എത്ര നാടകീയമായിട്ടാണ് അവൻ കഥ അവതരിപ്പിച്ചത്. എഫ്രയീം മലനാട്ടിൽ നിന്ന് 2 ബാല്യക്കാരിപ്പോ വന്നിരിക്കുന്നു. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ജോഡി വസ്ത്രം തന്നുവിടാൻ പറഞ്ഞു. നായമാൻ പറഞ്ഞു, 2 അല്ല, ഇഷ്ടംപോലെ കൊണ്ടുപോയിക്കോ. കാരണം അദ്ദേഹത്തിന് തരാൻ വേണ്ടിയാ ഇത് ഇവിടുന്ന് കൊണ്ടുവന്നത്. കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സ്വതന്ത്രം പുള്ളി ഇത് വാങ്ങിച്ചോണ്ട് വന്ന് വീടിന്റെ അവിടെ കുഴിച്ചിട്ടിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഏലിശയുടെ മുമ്പാകെ വന്നിരുന്നു. ഏലിശ ഗേഹസിയോട് ചോദിക്കുകയാണ്, നീ എവിടെ പോയിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വായിക്കുന്ന ഭാഗം, നീ നയമാന്റെ പിന്നാലെ ഓടിയപ്പോൾ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്. നമ്മുടെ വിശ്വാസം പോലും പലപ്പോഴും എന്ത് ചെയ്യും? അതിന്റെ പേരിൽ ചോർന്നു പോകും. ഈ പരാജയം എനിക്ക് സംഭവിക്കാം, നിങ്ങൾക്ക് സംഭവിക്കാം. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. സാധാരണ പറയാറുള്ള ഒരു പറച്ചില, ഞാൻ ഈ വിരൽ വെച്ച് അങ്ങോട്ട് നീട്ടുമ്പോ 3 വിരൽ ഇങ്ങോട്ട് എന്നെ ചൂണ്ടുന്നുണ്ട്, അല്ലേ? നമുക്ക് മറ്റുള്ളവരെ ചൂണ്ടി പറയാൻ എളുപ്പമാണ്, പക്ഷേ 3 വിരൽ നമ്മുടെ നേരെ ചൂണ്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്കൊക്കെ ആയുള്ളൊരു ദൂതാണ്. എന്താ? ദ്രവ്യാഗ്രഹം വിട്ട് ഓടുവാൻ കഴിയണം, അല്ലേ? പണത്തിന് വേണ്ടി പണം എന്ന ചിന്തയോടെ മാത്രം നടന്നവർ അവരുടെ ജീവിതം തന്നെ തകർന്നു പോയിട്ടുണ്ട്. ജീവിക്കാൻ നമുക്ക് പണമൊക്കെ ആവശ്യമാണ്, പക്ഷേ ദൈവത്തിന് സ്തോത്രം, വലുതായുള്ള ചിന്തകൾ എന്നെയും നിങ്ങളെയും തകർത്ത് കളയുവാൻ സാധ്യതയുണ്ട്. ഇനി പുതിയ നിയമത്തിലെ മറ്റൊരു കാര്യം 1 കൊരിന്ത്യർ ലേഖനം 10-14 വാക്യമാണ്. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടു ഓടുക. എന്തുകൊണ്ട് വേദപുസ്തകം ഇതൊക്കെ ഇത്ര
അടുക്കടുക്കായിട്ട് പറയുന്നു, പ്രിയരെ വിഗ്രഹാരാധന വിട്ടുപോടുവിൻ. 10 കൽപ്പനയിലെ 2ാം കൽപ്പന എന്താ? നീ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. വാക്യം എന്താ വായിക്കാൻ? പുതിയ നിയമത്തിലെ വാക്യമാ, അല്ലാതെ ഞാൻ പഴയ നിയമത്തിലെ വാക്യമല്ല എടുത്ത് ഉദ്ധരിച്ചത്. പ്രിയരെ വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. 1 യോഹന്നാന്റെ ലേഖനം 5:21 നോക്കിക്കേ. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളു. തിരുസ്വരൂപം എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ മണ്ണിട്ടാലും പാപം പാപം തന്നെയാണ്. അതിന് പുതിയ വേർഷൻ ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. പാപം എന്നും പാപം തന്നെയാണ്. അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുകയാണ്. അക്കാര്യം മോശെ ഇറങ്ങി വന്നപ്പോൾ കണ്ടൊരു പുത്തൻ പ്രതിഭാസമല്ലേ. അവൻ സീനായി പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞു, ഞാൻ വിടുവിച്ചു കൊണ്ടുവന്ന ജനമിത കെട്ടടിയപ്പെട്ടവരായി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുന്നു അല്ലേ. അല്ലാതെ മോശ അവിടുന്ന് ഇറങ്ങി വന്നപ്പോ പെട്ടെന്ന് കണ്ട് വികാരക്ഷോഭത്തിൽ അവൻ കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചതല്ല. അവനോട് അവിടെ വെച്ച് തന്നെ ദൈവം പറഞ്ഞായിരുന്നു, ജനം ഇങ്ങനെ പാപം ചെയ്യുന്നു എന്ന്. ഇറങ്ങി വന്നപ്പോൾ അവൻ ആ കാഴ്ച കണ്ടു അല്ലെ, കോപിഷ്ഠനായി കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു. ചില കാര്യങ്ങൾ ദൈവം എന്നെയും നിങ്ങളെയും മുൻകൂട്ടി അറിയിക്കുന്നത് ആ സന്ദർഭത്തിൽ സംയമനം പാലിക്കാനാ. മോശയുടെ ഹൃദയം നൊന്തു. ജനം മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവവിധ എന്ന് പറഞ്ഞ് കാളക്കുട്ടിയെ ആരാധിക്കുകയാണ്. മോശ എന്താ പറഞ്ഞത്? യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ലേവ്യരെല്ലാവരും അവിടെ നിന്ന് മോശയുടെ അടുക്കിലേക്ക് മാറി നിന്നു. വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ. വിട്ടോടുവാൻ തിരുവെഴുത്ത് പറയുന്ന 6ാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, വരുവാനുള്ള കോപത്തെ വിട്ട് ഓടിപ്പോകണമെന്ന്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? നമ്മൾ അങ്ങാണോന്ന് ഇങ്ങനെ പറയുമോ? ആരേലും ഒരാൾ സ്നാനപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുക. അപ്പോഴാണ് യോർദാൻ അക്കരയിൽ നിന്ന് ധാരാളം ആളുകൾ സ്നാനപ്പെടാൻ വേണ്ടി യോഹന്നാന്റെ അടുക്കിലേക്ക് വന്നു. സ്നാനപ്പെടാൻ വന്ന സ്നാനാർത്ഥികളെ സ്നാപകനം വിളിക്കുക സർപ്പസന്തതികളെ എന്ന്. പിശാചിന്റെ മക്കളെന്നാ അല്ലേ. ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ച ആ സർപ്പം, ആ സർപ്പത്തിന്റെ അഭീഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരെയാണ് സർപ്പസന്തതികളെന്ന് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാതെ വെറുതെ വെള്ളത്തിൽ വന്നൊന്ന് മുങ്ങിക്കേറിപ്പോയാൽ വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നിങ്ങളോട് ആരാ ഉപദേശിച്ചെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പഠനത്തിലെ ഒരു സംഭവം നിങ്ങൾ നോക്കിക്കേ. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട്. കോരഹ്, ദാൻ, അബീരാം. ഓൻ അന്നോരം ഉണ്ടായിരുന്നതിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മാനസാന്തരം ഉണ്ടായി. പുള്ളി അതിൽ പിന്മാറി. പിന്നെ സമരമുറയായിട്ട് മുന്നോട്ട് പോയത് ഈ പറഞ്ഞ കക്ഷികളാണ്. അവര് മോശയ്ക്കും അഹരോനും എതിരെ പിറുപിറുത്തു. നിങ്ങൾക്ക് മാത്രമേ ഈ ആത്മീക ശുശ്രൂഷ ചെയ്യാവുള്ളൂ, നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്, ഞങ്ങൾക്കും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൂടായോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മത്സരമുണ്ടാക്കിയപ്പോ മോശയ്ക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. അഹരോന് പറയാൻ പറ്റുമോ എന്നെ അതേ തെരഞ്ഞെടുത്തേക്കുന്നതെന്ന്? ദൈവം ആ മത്സരികളുടെ വായടയ്ക്കാൻ 3 കാര്യമാണ് ദൈവം ചെയ്തത്. ഒന്ന്, ദൈവം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. 2, സ്വർഗത്തിൽ തീ ഇറങ്ങി വന്ന് ആ ധൂപകലശവുമായി പോയവരെ മുഴുവൻ അവിടെ കരിച്ചു കളഞ്ഞു. 3ാമത്തെ കാര്യം, ഒരപൂർവ കാര്യം നിങ്ങൾക്ക് ഭവിക്കുമെന്ന് മോശ വിളിച്ചു പറഞ്ഞു. ഒരു അപൂർവ കാര്യം. സ്വതന്ത്രം മോശയ്ക്ക് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. പക്ഷേ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെ വിട്ട് ഓടിപ്പോകുവീൻ. അവർ നോക്കി നിൽക്കുമ്പോ ഒരു ഭയങ്കര ഭൂകമ്പമുണ്ടായി. കോരഹിനെയും കൂട്ടരെയും ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞു. ശവക്കുഴി വെട്ടേണ്ടി വന്നില്ല, ശവപ്പെട്ടി വാങ്ങേണ്ടി വന്നില്ല, ഫ്യൂണറൽ സർവീസ് ഒന്നും നടത്തേണ്ടി വന്നില്ല. തമ്പുരാൻ ഒറ്റയടിക്ക് യുവത്വങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് അടക്കി. കോരഹപുത്രന്മാരെ കുറിച്ച് വായിക്കുന്നൊരു വാക്യമുണ്ട് അവിടെ. സ്തോത്രം. സംഖ്യാപുസ്തകം 16:34 വായിച്ചേ. അവരുടെ ചുറ്റും ഇരുന്ന ഇസ്രായേലരൊക്കെയും അവരുടെ നിലവിളി കേട്ടു. ഭൂമി നമ്മയും വിഴുങ്ങിക്കളയരുതേ എന്ന് പറഞ്ഞു ഓടിപ്പോയി. ദൈവത്തിന്റെ കോപം വന്ന് കണ്ടപ്പോൾ ഭൂമി നമ്മളെ കൂടെ വിഴുങ്ങിക്കളയരുതേ എന്ന് പറഞ്ഞ് ആളുകൾ ഓടിപ്പോയി. കോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. ഇനി ഞാൻ പുതിയ നിയമം ചെയ്യുന്ന
പറയാൻ പോവുകയാണ്. ഇതുവരെ ലോകം കണ്ടിട്ടുള്ളതിനേക്കാൾ ഒരു ഭയങ്കര ക്രോധകലശം ഭൂമിയുടെ മേൽ വരാൻ പോവുകയാണ്. ഒരു ജാതി അഥവാ യഹൂദ ജനത ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു മഹാകഷ്ടകാലം വരും. ഇന്നത്തെ പശ്ചിമേഷ്യൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ഇന്ന് ജയിച്ചൊക്കെ നിൽക്കുക. എല്ലാവരും ഇസ്രായേലിന് എന്ത് ചെയ്യുക? ഇങ്ങനെ കൈയടിക്കുക. ഞാൻ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഈ യുദ്ധത്തിലായിരിക്കണമെന്നില്ല. ഈ യുദ്ധത്തിന്റെ എല്ലാം അവസാനം ഒരിക്കൽ ഇന്ന് ലോക പോലീസായി വിലസുന്ന ഇസ്രായേൽ മുട്ടുമടക്കും. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇസ്രായേൽ പരാജയപ്പെടുന്ന ഒരു നിമിഷം മുമ്പിലുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം അവർക്ക് നേരെ തിരിയുന്ന ഒരു കാലമുണ്ട്. അവരെ ചുമക്കുന്നവർക്കൊക്കെ മുറിവേൽക്കുന്ന ഒരു കാലം വരും. ഇന്ന് അമേരിക്കയൊക്കെ ഇസ്രായേലിന് പിന്തുണയാ. പക്ഷെ ആ രാജ്യമൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു നാള് വിദൂരമല്ല. ദൈവത്തിന്റെ കോപം ഈ ലോകത്തിന് മേൽ പെയ്തിറങ്ങുന്ന സമയമാണ്. ഇസ്രായേലിന്റെ സൈനിക ശേഷി നഷ്ടപ്പെടുന്നു, അവരുടെ ആയുധശേഷി നഷ്ടപ്പെടുന്നു, ആഹാരം കഴിക്കാനില്ലാതെ വരുന്നു. എല്ലാ നിലയിലും അവർ പൊറുതിമുട്ടുമ്പോൾ അവർ നിലവിളിക്കും, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മശിഹയെ തരാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മശിഹ ഇതുവരെയും വന്നിട്ടില്ലല്ലോ. ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി മശിഹയെ തരണമേ എന്ന് പറഞ്ഞവർ നിലവിളിക്കും. അങ്ങനെ നിലവിളിക്കാൻ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഈ സൂര്യൻ കരിമ്പളം പോലെ കറുത്തു പോകും. ഇവിടുത്തെ മീനുകൾ തിന്നാൻ പറ്റാതെ വരും. സമുദ്രത്തിലേക്ക് ഭയങ്കര വിഷവാതകം ചൊരിയപ്പെടും. 1/3 അത് മലിനമായി മാറും. ഇവിടുത്തെ സസ്യങ്ങളുടെ മേൽ വിഷം വിതറപ്പെടും. അതിന്റെ 1/3 നഷ്ടപ്പെടും. ഭൂമിയിൽ ഇന്ന് മനുഷ്യനുണ്ടെന്ന് കരുതുന്ന പലതും 1/3 വീതം നശിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, മഹോപദ്രവ കാലഘട്ടം. അന്ന് ഇവിടുത്തെ മഹത്തുക്കളൊക്കെ മലകളിലേക്ക് പാറകളിലേക്കൊക്കെ ചെന്നിട്ട് പറയും, പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവിനൊന്ന് കൊന്നേരാമോ? കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും? അങ്ങനത്തെ ഒരു കാലം നാളെ രാവിലെയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനൊരു കാലം ഇവിടെ വരും. അന്ന് വചനം കേൾക്കാൻ ജനം കൊതിക്കും. ഒരു ഭയങ്കര ക്രോധകാലം ഈ ലോകത്തിൽ വരും. അന്ന് ദൈവം തന്റെ ജനത്തോട് പറയുന്നൊരു വചനമുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിലാണ്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനായ യേശു സ്വർഗത്തിൽ വരുന്നത് നാം കാത്തിരിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 1:9 അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരുന്നത് നാം കാത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ക്രോധകാലം തുടങ്ങുന്നതിന് മുമ്പ് ദൈവം നമ്മളെ തന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളും. യെശയ്യാപ്രവചനം 26:20 എന്റെ ജനമേ കടന്നു വന്ന് അറയിൽ കിടന്ന് വാതിലടയ്ക്ക, കോപം കടന്നു പോകുവോളം അല്പനേരം ഒളിച്ചിരിക്ക. ആ കുഞ്ഞാടിന്റെ കോപം വെളിപ്പെടുന്നതിന് മുമ്പ് കുഞ്ഞാടിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച തന്റെ ജനത്തെ കർത്താവ് തന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. മഹോപദ്രവം ലോകത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. അത് ആഴമായി ഞാൻ വിശ്വസിക്കുന്നവനാണ്. വിട്ടോടുവാൻ പുതിയ നിയമം പറയുന്ന മറ്റൊരു കാര്യം, ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെ അതിജീവിച്ച് പോകണം എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 23-24 വാക്യം. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ആ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത്, തികയ്ക്കണമെന്നേ എനിക്ക് ഉള്ളൂ. ജീവിതത്തിന്റെ അവസാനം 10-30 വർഷത്തെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഒടുവിൽ പൗലോസ് പറഞ്ഞ വാക്ക്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ജീവിതത്തിന് ഇടയ്ക്ക് പറഞ്ഞ എന്താ? ഓട്ടം തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ജീവിതത്തിന്റെ ഒടുവിൽ പറഞ്ഞ എന്താ? ഓട്ടം തികച്ചു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ,
നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരും. പക്ഷെ നാം അതിനെ ഓവർകം ചെയ്യണം, അതിജീവിക്കണം. സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യന് യേശുവിനെ കാണാൻ അടുത്ത് ചെന്നപ്പോ സാധിച്ചില്ല, പുരുഷാര നിമിത്തം സാധിച്ചില്ല, പുരുഷാരം അനുവദിച്ചില്ല, ഇവനോ ടൊയരവുമില്ല, ഇവൻ പള്ളു പറഞ്ഞിട്ട് വീട്ടിൽ പോയില്ല. അവൻ മുന്നോട്ടോടി മരത്തേൽ കയറി തടസ്സത്തെ അവൻ അതിജീവിച്ചു. അവനെയാണ് യേശു പേര് ചൊല്ലി വിളിച്ചത്. ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിന് തടസ്സമായി ഇതുകൊണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാടും മേടും കണ്ട് സംശയിച്ചു നിൽക്കാതെ ചാടി ഓടിപ്പോകുവാൻ ബലം ധരിക്കണം. വിട്ടോടേണ്ടുന്ന 7 കാര്യങ്ങളെ കുറിച്ച് ചുരുക്കമായി നാം ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് ബൈബിൾ നൽകുന്ന, പുതിയ നിയമം നൽകുന്ന ഒരു ഭയനിർദ്ദേശമുണ്ട്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരാം. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തതിനേക്കാൾ അധികം വഷളായി. എന്താ ഒടുവിലത്തെ സ്ഥിതി? പ്രൈസലോ. അവിടെ നായി ഛർദിയിലേക്ക് തിരിയുന്നത് പോലെ എന്ന ദൃഷ്ടാന്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കൽ വയറ്റിൽ കൊള്ളാതെ വന്നപ്പോ വേണ്ട എന്ന് പറഞ്ഞ് ഒമിറ്റ് ചെയ്തതിനെ പിന്നെ ഈ നക്കി തിന്നുന്ന അനുഭവത്തിലേക്ക് തിരിയുന്ന നായാണ്. നായ്ക്കളെ സൂക്ഷിപ്പീൻ. മനസ്സിലാവുന്നുണ്ടോ? പിന്മാറ്റക്കാരനെ സൂക്ഷിച്ചുകൊള്ളണം. വിശ്വാസത്തിൽ നിന്ന് വീണുപോയവനെ സൂക്ഷിച്ചുകൊള്ളണം. ദൈവകൃപയിൽ നിന്ന് അധപ്പതിച്ചവനെ സൂക്ഷിച്ചുകൊള്ളണം. അവന്റെ ആലോചനകൾ ആവരുത് നിന്നെ നടത്തുന്നത്. കർത്താവ് പറഞ്ഞ ഒരു ഭാഗം മത്തായി സുവിശേഷത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 45-ാമത്തെ വാക്യം. തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു, അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഹലോ, ഒരു മനുഷ്യനിൽ വസിച്ചിരുന്ന ദുരാത്മാവ് അവനെ വിട്ടു പുറപ്പെട്ടു പോയി. ഈ ആത്മാവിനൊരു കുഴപ്പമുണ്ട്. അത് അശുദ്ധാത്മാവിനായാലും പരിശുദ്ധാത്മാവിനായാലും ഇങ്ങനെയാണ്. ഒരു പ്രതലത്തിൽ പ്രവേശിച്ചെങ്കിലേ അതിന് പ്രവർത്തിക്കാൻ പറ്റൂ. അശുദ്ധാത്മാവ് ഇവനിൽ വസിക്കുകയായിരുന്നു, അത് അവിടുന്ന് പുറപ്പെട്ടു പോയി. അതിന് കയറി പാർക്കാൻ പറ്റിയ ഒരു സ്ഥലം തിരക്കി നടന്നു. പക്ഷേ കയറി പാർക്കാൻ പറ്റിയ ഒരിടം കണ്ടില്ല. അത് തിരിച്ചു ചെന്നപ്പോ ഇങ്ങനെയാ വായിക്കുന്നത്: അടിച്ചുവാരിയും അലങ്കരിച്ചും ഒഴിഞ്ഞും കിടന്നു. മാനസാന്തരം വരുമ്പോൾ ഒരടിച്ചുവാരലുണ്ടാവും, ഒരലങ്കരിക്കലുണ്ടാവും. പക്ഷെ ഒഴിഞ്ഞു കിടക്കരുത്. എവിടെയാ ഒഴിഞ്ഞു കിടക്കുന്നത്? ഹൃദയം ഒഴിഞ്ഞു കിടക്കരുത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിക്കണം. ജീവിതത്തിന്റെ കടിഞ്ഞാണ് പിന്നെ കർത്താവിന്റെ മകനായിരിക്കണം. അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടന്നാൽ എന്ത് സംഭവിക്കും? ഈ ദുരാത്മാവ് പോയി തന്നിലും ബലമേറിയ 7 ദുർഭൂതത്തെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവനകത്ത് കയറി കുടിപാർക്കും. അടുത്ത പദം: ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തതിനേക്കാൾ വഷളാവും. നമ്മളൊരു വിശുദ്ധ സമൂഹമാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ഞാനും നിങ്ങളും ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി എന്ന് വരാതിരിക്കേണ്ടതിന് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായോ ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായോ ഭാവിച്ചില്ലല്ലോ, വ്യാപരിച്ച ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല.
കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായി നാം പോരായേ സ്തുതി സ്തുതിക്കുവാനായി നാം പോരായേ എങ്കിലും ചെന്ന് പാടിക്കേ ഉന്നതൻ ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല അത്ഭുതമാസ് അതിശയമാൻ നീ മാത്രമൻ എൻ ദൈവമെന്നും അത്ഭുതമാ അതിശയ